അടുക്കള കാണലിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ആ കാര്യത്തിലാണ് നമ്മൾ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. എന്താന്ന് വെച്ചാ തുറന്നു പറയുക അമ്മേ. ഏട്ടാ, ഈ രാജുവും കുടുംബവും താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാ. ഇനി വീടുണ്ടാക്കി കൊടുക്കാനായിരിക്കും ഇവള് പറയാൻ പോകുന്നത്. ആ പലിശക്കാരി രുക്മിണിയുടെ വാടക വീട്ടില്. അവര് വാടക വീട്ടിലാ താമസിക്കുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ശ്രമിച്ചതാ. ഒരു വീട് ഞാൻ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു. ഈ വേണുട്ടനും രാജുവും ഒക്കെ വല്ലാത്ത അഭിമാനികളാ. അവരതിന് സമ്മതിച്ചില്ല. അതൊരു തരം ദുരഭിമാനമാണെന്ന് എന്റെ പക്ഷം. താമസിക്കാൻ ഒരു വീടെന്ന് പറയുന്നത് അതൊരു വലിയ ആർഭാടമൊന്നുമല്ലല്ലോ, അത്യാവശ്യ കാര്യമല്ലേ. നമ്മള് അടുക്കള കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാടക വീട്ടിലെ അടുക്കളയാ കാണുന്നത്. യാമിനി പറഞ്ഞു വരുന്നത് ഏട്ടനും അമ്മയ്ക്ക് മനസ്സിലായോ? മനസ്സിലാക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? ആദ്യം വേണ്ടതൊരു വീടാണെന്നല്ലേ യാമിനി പറഞ്ഞു വരുന്നത്. യാമിനി പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. എഴുതി കൊടുക്കട്ടെ. കണ്ടെത്തേണ്ടികൾക്കൊക്കെ കൊട്ടാരവും കൊച്ചു കൊട്ടാരവും ഒക്കെ കിടക്കുമല്ലേ ഇഷ്ടം പോലെ. കണ്ട ആപ്പയും ഊപ്പയും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും ഒക്കെ കോപുരകത്ത് കയറി നിരങ്ങട്ടെ. എന്താമേ? ഉറക്കെ പറയേ, എല്ലാരും കേക്കട്ടെ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുകയും ചെയ്തു. ഇവരോട് കേൾക്കണമെങ്കിൽ ഉറക്കെ പറയും. അയ്യോ, അമ്മയ്ക്ക് തോന്നിയതാ. എന്റെ തോന്നലുകളൊന്നും തെറ്റാറില്ല അംബികെ. ആ, അത് പോട്ടെ, നമുക്കേ കാര്യത്തിലോട്ട് വരാം. യാമിനി, നീ ഈ പറഞ്ഞ കാര്യം പ്രതാപന്റെയും എന്റെയും ശേഖരന്റെയും എന്തിന് അപ്പുവിന്റെ മനസ്സിൽ വരെ ഉള്ളൊരു കാര്യം. അതൊക്കെ എങ്ങനെ വേണോന്ന് ഞാൻ പിന്നീട് തീരുമാനിച്ചോളാം. വേണു അങ്ങനെയാണെങ്കിൽ വാടക വീട്ടിൽ തന്നെ താമസിക്കട്ടെ. പക്ഷേ രാജു മോളും താമസിക്കേണ്ടത് വാടക വീട്ടിലല്ല. മോക്ക് അവകാശപ്പെട്ട എത്രയോ ബംഗ്ലാവുകൾ കിടക്കുന്നു. അവരങ്ങോട്ട് മാറി താമസിക്കട്ടെ. പക്ഷേ രാജുവിന്റെ ലോകം അവന്റെ കുടുംബാംഗങ്ങളെല്ലാം നിറഞ്ഞതാണ്. അച്ഛനും അമ്മയും സഹോദരിമാരും. അവൻ വലിയ കൂടപ്പുറപ്പ് സ്നേഹമുള്ളവനാ. അത് നല്ലൊരു സംസ്കാരമാണ്. അവരെല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കണമെന്ന എന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ വേണുവിനെ നിർബന്ധിക്കേണ്ടി വരും. നമുക്ക് ശ്രമിക്കാമേ. വേണുവേട്ടൻ നമ്മുടെ സ്വന്തം ആളല്ലേ. നമ്മൾ പറഞ്ഞ അനുസരിക്കാതിരിക്കില്ല. കണ്ടവന്മാരൊക്കെ അടിച്ചോണ്ട് പോയില്ലേ? ഞാനും നീയും സ്വപ്നം കണ്ട സ്വത്തുക്കള്. ആ ഡ്രൈവറുടെ മകൻ കോടാനുകോടികളുടെ ഉടമയായില്ലേ? അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്ക. ആ രാജുവിനെയും അവന്റെ കൂടെ ഇറങ്ങിപ്പോയ അവളെയും ആ നശിച്ച കുടുംബത്തിനെയും ഞാൻ തെരുവിലേക്ക് ഇറക്കാം. പിച്ചച്ചട്ടി അടുപ്പിച്ച് തെണ്ടിപ്പിക്കാം. അവളെ അവനെ ഇല്ലാതാക്കാൻ അമ്മ പറയുന്ന എന്തും ഞാൻ ചെയ്യും. അമ്മ പറഞ്ഞാ മതി. അതേടാ, ഇതൊന്നും അവനും അവളും കൂടി കൊണ്ടുപോകാൻ പാടില്ല.
രണ്ടിനെ ഇല്ലാതാക്കണം. ദേ, ഒരൊറ്റ കോള് മതി. ബോംബെയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള കില്ലർമാരെ ഞാൻ ഇറക്കും. നീ വെയിറ്റ് ചെയ്. ഒരു തെളിവും ഇല്ലാതെ അവസാനിപ്പിക്കണം. അതിനുള്ള അവസരം ഞാൻ ഒരുക്കാം. രാധേ, എടി രാധേ, നീ ഉറങ്ങിയോ? എടി, ചോദിച്ചത് കേട്ടില്ലേ? ഇപ്പൊ ഒന്ന് കിടന്നല്ലേ ഉള്ളൂ, കുറെ നേരമൊന്നും ആയില്ലല്ലോ. എനിക്ക് ഉറക്കമില്ലാതായിട്ട് ദിവസങ്ങൾ കുറയായി. സ്വസ്ഥതയും സമാധാനവും ഉണ്ടായാലല്ലേ മനുഷ്യന് ഉറങ്ങാൻ പറ്റൂ. രാധമ്മേ, നമ്മൾ തമ്മിലുണ്ടായ പിണക്കങ്ങളൊക്കെ നീ തൽക്കാലം മറക്കും. ദേഷ്യം വരുമ്പോ അന്യോന്യം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതൊക്കെ സ്ഥിരമുള്ളതല്ലേ. അതൊന്നും നീ കാര്യാക്കണ്ട. നീ ക്ഷമിക്കേ. ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ഓരോരുത്തരും ചെയ്തു വെച്ചിരിക്കുന്നേ. എടീ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനായിട്ട് കേക്ക്. നീ എനിക്കാരാണെന്നും ഞാൻ നിനക്കാരാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. നീ തന്ന ആത്മവിശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ രണ്ടുപേരും കൂടി ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത്.